നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. UAE-ൽ കേസുണ്ടോ? കേസ് അവസാനിച്ചാൽ തത്സമയം തന്നെ യാത്രാ വിലക്ക് നീങ്ങും. കേസ് അവസാനിച്ചാൽ യാത്രാ വിലക്ക് ഓട്ടോമാറ്റിക്കായി നീങ്ങുന്ന സംവിധാനം ഏർപ്പെടുത്തിയതായി നീതിന്യായ മന്ത്രാലയം വെളിപ്പെടുത്തി. ഇതോടെ യാത്രാ വിലക്ക് നീങ്ങാൻ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകം അപേക്ഷിക്കേണ്ടി വരില്ല. നേരത്തെ യാത്രാ വിലക്ക് നീങ്ങാൻ ആവശ്യമായിരുന്ന 9 നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഇല്ലാതായതിനൊപ്പം ഇതിനാവശ്യമായ സമയം ഒരു ദിവസത്തിൽ നിന്നും മിനിറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. നേരത്തെ അപേക്ഷയ്ക്കൊപ്പം കേസ് അവസാനിച്ചതായി രേഖയും മറ്റ് അനുബന്ധ രേഖകളും സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഇനി മുതൽ ഇതൊന്നും ആവശ്യമുണ്ടാകില്ലെന്നാണ് പുതിയ അറിയിപ്പോടെ വ്യക്തമാക്കിയിരിക്കുന്നത്. UAE നടപ്പാക്കുന്ന സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പദ്ധതിയുടെ ഭാഗമായാണ് സംവിധാനം ഏർപ്പെടുത്തിയത്. UAE ഫ്രീലാൻസ് വിസ 100 വ്യത്യസ്ത മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് ഫ്രീലാൻസ് വിസ ലഭിക്കും. അബുദാബിയിൽ ഫ്രീലാൻസിംഗ് ലൈസൻസിന് 30 പുതിയ കൂട്ടിച്ചേർക്കലുകൾ കൂടി. അബുദാബി സാമ്പത്തിക വികസന വിഭാഗത്തിലെ അബുദാബി ബിസിനസ് സെന്ററിന്റേതാണ് അഥവാ ADBC നീക്കം. ഇതോടെ എമിറേറ്റിലെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കപ്പെടുകയും സംരംഭകരെ വളർത്തുകയും ചെയ്യും. സംഘടനകൾ, സ്ഥാപനങ്ങൾ, കമ്പനികൾ, വ്യക്തികൾ എന്നിവർക്ക് പ്രത്യേക സേവനങ്ങൾ നൽകാൻ ഫ്രീലാൻസർമാരെ സഹായിക്കുന്നതാണ് പുതിയ നീക്കം. ADBC പ്രഖ്യാപിച്ച പുതിയ കൂട്ടിച്ചേർക്കലുകളിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനം, ഇലക്ട്രോണിക് ഉപകരണങ്ങളും സിസ്റ്റങ്ങളും, സോഫ്റ്റ്വെയർ ഡിസൈൻ, എണ്ണ, പ്രകൃതിവാതകം, ഫീൽഡ് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ ഡിസൈൻ, ഡാറ്റ വിശകലനം, കമ്പ്യൂട്ടർ സിസ്റ്റം വികസനം, 3D ഇമേജിംഗ് എന്നിങ്ങനെ 100 വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കാണ് ഫ്രീലാൻസ് വിസ ലഭിക്കുക. കഴിഞ്ഞ വർഷം 1013 പേർ ലൈസൻസ് നേടിയിട്ടുണ്ട്. ദുബായ് നോൾ കാർഡ് ഇന്നു മുതൽ ഏറ്റവും കുറഞ്ഞത് 50 ദിർഹം റീചാർജ് ചെയ്യണം. ഓഗസ്റ്റ് 17 മുതൽ ദുബായ് മെട്രോ ടിക്കറ്റ് ഓഫീസുകളിൽ നോൾ കാർഡിന്റെ ഏറ്റവും കുറഞ്ഞ ടോപ്പ് അപ്പ് തുക 50 ദിർഹമായി വർദ്ധിക്കുമെന്ന് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അഥവാ RTA അറിയിച്ചു. മെട്രോ സ്റ്റേഷനുകളിലെ ടിക്കറ്റിംഗ് ഓഫീസുകളിൽ നിങ്ങളുടെ നോൾ കാർഡ് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ കുറഞ്ഞ തുക ബാധകമാകൂ. കുറഞ്ഞ തുകയ്ക്ക് നോൾ കാർഡ് ടോപ്പ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നിലധികം ഓൺലൈൻ ഓപ്ഷനുകളിലൂടെ അത് ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചു. UAE സർക്കാരിന്റെ സഹായത്തോടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫുഡ് പാർക്ക് ഗുജറാത്തിൽ ആരംഭിക്കാൻ ഒരുങ്ങി ലുലു ഗ്രൂപ്പ്. ഗുജറാത്തിന് പിന്നാലെ തമിഴ്നാട്ടിലും ഷോപ്പിംഗ് മാൾ തുടങ്ങാനുള്ള പദ്ധതിയുമായി ലുലു ഗ്രൂപ്പ്. ഇതിനു പുറമെ UP-യിലും ജമ്മു കാശ്മീരിലും എക്സ്പോർട്ട് ഹബ്ബുകളും തുടങ്ങാനും ലുലുവിന് പദ്ധതിയുണ്ട്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും സ്ഥാപിക്കാൻ ലുലു ഗ്രൂപ്പിന് പദ്ധതിയുണ്ട്. ചെന്നൈയിൽ ഇതിനായി സ്ഥലം കണ്ടെത്താൻ അധികൃതരുമായി ചർച്ച നടത്തുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ കഴിഞ്ഞ വർഷം ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നിരുന്നു. ഇതിനു പുറമെ ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും പഴം, പച്ചക്കറി എന്നിവ ശേഖരിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള എക്സ്പോർട്ട് ഹബ്ബുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി വിസയ്ക്ക് ഇനി ജോലി നിർബന്ധമല്ല. പ്രതിമാസം 4000 ദിർഹം വരുമാനമോ അല്ലെങ്കിൽ 3000 ദിർഹവും താമസ സൗകര്യവും ഉണ്ടായാൽ മതി. UAE-ൽ ഒരു പ്രവാസിക്ക് തന്റെ കുടുംബത്തിന് റെസിഡൻസ് വിസ ലഭിക്കുന്നതിന് ജോലി ആവശ്യമില്ലെന്ന് ഡിജിറ്റൽ ഗവൺമെന്റ് ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കി. UAE-ൽ താമസിക്കുന്ന വിദേശികൾക്ക് രാജ്യത്തിനകത്ത് സാധുവായ റെസിഡൻസി ഉള്ളിടത്തോളം കാലം അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരോടൊപ്പം താമസിക്കാൻ റെസിഡൻസി വിസ ലഭിക്കും. എന്നാൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞത് പ്രതിമാസം 4000 ദിർഹം വരുമാനമോ അല്ലെങ്കിൽ 3000 ദിർഹവും ഭവനവും ഉണ്ടായിരിക്കണം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതുണ്ട്. ചില കേസുകളിൽ മാതാവിന് തന്റെ കുട്ടികളെ സ്പോൺസർ ചെയ്യാമെന്നും ഡിജിറ്റൽ ഗവൺമെന്റ് സൂചിപ്പിച്ചു. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇത് സംബന്ധമായി വ്യക്തമാക്കിയ നിബന്ധന പാലിക്കണം. സാമ്പത്തിക അഴിമതി കേസ് ഫയൽ ചെയ്യാതിരിക്കാൻ 100 കോടി റിയാൽ കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. സൗദി അറേബ്യയിൽ 3 കോടി റിയാൽ കൈക്കൂലി വാങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഒരു കേസ് ഒതുക്കി തീർക്കാൻ പണം വാങ്ങി ഇടപെടൽ നടത്തിയതിനാണ് ദേശസുരക്ഷാ വകുപ്പിൽ നിന്നും വിരമിച്ച കേണൽ സാദ് ബിൻ ഇബ്രാഹിം അൽ യൂസഫിനെ അഴിമതി വിരുദ്ധ അതോറിറ്റി അഥവാ നസഹ അറസ്റ്റ് ചെയ്തതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഒരു ബിസിനസ്സുകാരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസ് ഫയൽ ചെയ്യാതിരിക്കാൻ ഈ ഉദ്യോഗസ്ഥൻ 10 കോടി റിയാലാണ് ചോദിച്ചത്. അത് സംബന്ധിച്ച ബിസിനസ്സുകാരൻ ആദ്യഘട്ടമായി 3 കോടി റിയാൽ നൽകി ആ തുകയുടെ ചെക്ക് സ്വീകരിക്കുന്നതിനിടെയാണ് നസഹ സംഘമെത്തി അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.